സുർജിത്ത്, ഈ അക്രമകാരിയായ ആനയെ തിരിച്ചറിഞ്ഞു, അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ എന്താണ് കർണാടക ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ കേരള വനം വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടോ? ഈ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ ആശയവിനിമയം കുറവ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ 2 സംഭവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അക്കാര്യത്തിൽ എന്തൊക്കെ വിശദീകരണം നൽകിയാലും കർണാടക വിവരങ്ങൾ കൈമാറാതിരിക്കുകയോ അല്ലെങ്കിൽ കേരളം അത് ട്രാക്ക് ചെയ്യാതിരിക്കുകയോ 2 സാഹചര്യവുമുണ്ട്. ഏതെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ ആനയുടെ മറ്റു വിശദാംശങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടല്ലേ? വിജയകുമാർ, ഈ ആന കർണാടകയിലെ ബേലൂരിൽ നിന്ന് പിടികൂടിയ ആനയാണ്. ഹാസൻ ഡിവിഷനിൽ നിന്ന് നേരത്തെ ഈ തണ്ണീർക്കൊമ്പനൊക്കെ പിടിച്ച മാതിരി ബേലൂർ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുമാണ് ഇത്തരത്തിൽ ഒരു ആനയെ പിടികൂടിയത്. മോഴയാനയാണ് ഇത്. കഴിഞ്ഞ വർഷം നവംബർ മാസം 30-ാം തീയതിയാണ് ബേലൂരിൽ നിന്ന് ഈ ആനയെ പിടികൂടിയിട്ടുള്ളത്. തുടർന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള മൂലഹള്ള റേഞ്ചിലാണ് ഇതിനെ വിട്ടത്. മൂലഹള്ള റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ രാമപുര, അതായത് ഈ തണ്ണീർക്കൊമ്പൻ മരിച്ച ആ സ്ഥലം, അതായത് രാമപുര എന്ന് പറയുന്ന ആ പ്രദേശത്തിനടുത്താണ് ഈ പ്രദേശമുള്ളത്. അവിടെ തന്നെയാണ് ഈ തണ്ണീർക്കൊമ്പനെയും ഈ സംഘം കർണാടക വനംവകുപ്പ് വിട്ടത്. ഈ മൂലഹള്ള കടന്ന് ഇത് ഒരുപക്ഷെ ഈ തിരുനെല്ലി ഭാഗത്തുകൂടി ആയിരിക്കാം ഇത് വന്നിരിക്കുക. അതായത് മുത്തങ്ങ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. അതിനുശേഷം നാഗർഹോളെ ഉൾപ്പെടെയുള്ള വനമേഖല ചുറ്റിയാകാം ഇത് വന്നിരിക്കുക. ഒരുപക്ഷെ തണ്ണീർക്കൊമ്പന്റെ അതേ റൂട്ടിൽ തന്നെയാകാം ഈ ആന വന്നിരിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം കുറുവ ദ്വീപിനടുത്തുള്ള ആ പ്രദേശത്തു കൂടിയാണ് വന്നത്. എന്തായാലും ഇത് അക്രമകാരിയായ ആനയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ പിടിച്ചത്. കോൺഫ്ലിക്റ്റ് ആനിമലിന്റെ പട്ടികയിൽ വരുന്ന ആനയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പല വിശദാംശങ്ങളും കർണാടക വനം വകുപ്പ് ലഭ്യമാക്കിയിട്ടില്ല. കേരള വനം വകുപ്പിന് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. തണ്ണീർക്കൊമ്പന്റെ കേസും അങ്ങനെ തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു ആന, റേഡിയോ കോളർ ഘടിപ്പിച്ച ആന മാനന്തവാടിയുടെ പരിസര പ്രദേശത്തേക്ക് കടന്നു വരുന്നു. പിന്നീട് അത് നഗരത്തിൽ കിടക്കുന്നു, അതിനെ മയക്കുവെടി തീർക്കുന്നു, അത് ചെരിയുന്നു. ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ഈ ആന പക്ഷേ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടെന്നുള്ള വിവരം നേരത്തെ വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അത് വയനാട് സൗത്തിന് കീഴിലുള്ള പാതിരി വനമേഖലയിലാണ് ഈ ആനയുടെ സാന്നിധ്യം ആദ്യം ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിനുശേഷവും നിരവധി തവണ കർണാടക വനംവകുപ്പുമായി ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ടപ്പോൾ അത് ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല. പക്ഷേ അത് കേവലം ഒരു CCF എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക്, CCF-മാർ തമ്മിലുള്ള ഇടപെടൽ എന്നതിന്റെ അപ്പുറത്തേക്ക് സർക്കാർ തലത്തിൽ മന്ത്രി തലത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായങ്ങൾ പൊതുവെ ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് ഇത് എത്താനുള്ള കാരണവും. ആനയെ സംബന്ധിച്ച് ആന അക്രമകാരിയായ ആന എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അത് സ്ഥിരീകരിക്കുന്ന ഹാസൻ ബേലൂരിൽ നിന്നാണ് ഈ ആനയെ പിടികൂടിയതെന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത്. വിജയകുമാർ. യെസ്, ഈ ഒരാനയെ പിടികൂടി അത് റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലേക്ക് തുറന്നു വിടുന്നത് തന്നെ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അത് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകുക, അതിനെ തിരികെ കാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണം ഏർപ്പെടുത്താനൊക്കെയാണ് ഈ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത്. അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ അത് കൃത്യമായി നടന്നിരുന്നു എന്നത് പിന്നീട് നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കർണാടകയിൽ നിന്നെത്തിയ 2 ആനകളുടെ കാര്യത്തിൽ അത്തരമൊരു മുന്നൊരുക്കം അല്ലെങ്കിൽ മുൻകരുതൽ ഉണ്ടായില്ല എന്ന് വ്യക്തമാണ്. അതിന് കാരണം എന്താണ് എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ വന്നത് തണ്ണീർക്കൊമ്പനെ പോലെ ഉള്ള ഒരു ആനയല്ല, ഇത് അപകടകാരിയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുക എന്നത് മാത്രമല്ല, ആളുകളെ ആക്രമിക്കുന്നുണ്ട് എന്നതുകൂടി വ്യക്തമാണ്. അങ്ങനെ പ്രശ്നക്കാരനാണെന്ന് എന്ന് വിവരമുണ്ടായിട്ടും അത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് നമ്മൾ അറിഞ്ഞില്ല എന്നത് വലിയ പരാജയം തന്നെയാണ്. അതിനാരാണ് ഉത്തരവാദി എന്ന ചോദ്യം ഉയരുന്നുണ്ട്.